വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. ഇത് അന്ത്യകാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടേണ്ടതും ഏറ്റവും കൂടുതൽ ധ്യാനിക്കപ്പെടേണ്ടതുമായ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകം കേൾക്കുന്നത് ഭാഗ്യകരമായ ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ കേൾക്കുന്നത് ഭാഗ്യകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കും. ഈ വെളിപ്പാട് പുസ്തകം വായിച്ചു കേൾപ്പിക്കുന്നത് ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് കേൾക്കുന്നവരെയും വായിക്കുന്നവരെയും കൊണ്ടുവന്ന് എത്തിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് എന്തെല്ലാം വായിച്ചാലും വെളിപ്പാട് പുസ്തകം വായിക്കുവാൻ പിശാച് ആരെയും സമ്മതിക്കാറില്ല. എന്നാൽ അതിനെയൊക്കെ നമ്മൾ കടത്തി വെട്ടിക്കൊണ്ട് ഇനി മുതൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തെ മനസ്സിലാക്കുവാൻ തയ്യാറാകണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പശ്ചാത്തലം ഇതാരെഴുതി എന്ന് പറഞ്ഞാൽ സ്തോത്രം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ മുഖാന്തരം നമുക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടാണ് ഇത്. സ്തോത്രം, ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യമാണ്. ഭാവിയിൽ ഈ വെളിപ്പാട് പുസ്തകം എഴുതിയതാരാണ്? യേശുവിന്റെ അരുമ ശിഷ്യനായ യോഹന്നാനാണ് ഇത് എഴുതിയത്. യേശു ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് ശിഷ്യന്മാരുമായിട്ട് കടൽക്കരയിൽ വെച്ച് സംസാരിക്കുമ്പോൾ പത്രോസ് ചോദിക്കുന്നു, ഇവന് എല്ലാവരെ കുറിച്ചും യേശു പറഞ്ഞു. പത്രോസിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും ഒക്കെ അവർക്ക് വരാനിരിക്കുന്ന, അവരെങ്ങനാണ് മരിക്കുന്നത് എന്നൊക്കെ യേശു ഓരോരുത്തരെ ചൂണ്ടി സംസാരിച്ചു. പക്ഷേ യോഹന്നാനെ കുറിച്ചൊന്നും പറഞ്ഞ് കേട്ടില്ല. അപ്പൊ പത്രോസിന്റെ ഒരു സംശയം, അവനെന്ത് വരുമെന്ന് അറിയുവാനൊരു ആഗ്രഹം. അങ്ങനെ യേശുവിനോട് ചോദിക്കുന്നു. യേശു അതിന് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ വരുന്നത് വരെ അവൻ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് എന്ത്? യോഹന്നാൻ ഈ പുസ്തകം എഴുതുമ്പോൾ, വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ എവിടെയായിരുന്നെന്നറിയാമോ? പത്മോസ്, ഈജിയൻ കടലിന്റെ നടുവിലുള്ള പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്തിനാണ് യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്താൻ കാരണം എന്താണ്? മറ്റൊന്നുമല്ല, ഡൊമഷ്യൻ ചക്രവർത്തി ക്രിസ്തു വിരോധത്താൽ യോഹന്നാനെ കൊല്ലുവാനായി പിടിച്ചുകെട്ടി ജയിലിലടച്ചു. വിധി ദിവസം കൊണ്ടുവന്ന് യോഹന്നാനെ വാളുകൊണ്ട് വെട്ടി, ശിരസ് വെട്ടി മാറ്റി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, യോഹന്നാന്റെ ശിരസ് വെട്ടിയ സമയത്ത് തന്നെ വീണ്ടും അത് ചേർന്നിരിക്കാനിടയായി. അങ്ങനെ പല പ്രാവശ്യം വെട്ടിയിട്ടും ശിരസ് വേർപെടാത്തതുകൊണ്ട്, ശരീരം വേർപെടാത്തതുകൊണ്ട്, യോഹന്നാനെ കൊല്ലാൻ കഴിയാത്തതുകൊണ്ട് ഡൊമഷ്യൻ ചക്രവർത്തി ഉത്തരവിട്ടു, വലിയൊരു വാർപ്പ് കൊണ്ടുവരിക. വാർപ്പ് കൊണ്ടുവന്ന് അതിൽ എണ്ണ ഒഴിക്കുക. അതിഭയങ്കരമായ തീയിട്ടത് തിളപ്പിച്ച് കൈയും കാലും കൂട്ടിക്കെട്ടി യോഹന്നാനെ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയുവാൻ കൽപ്പന കൊടുത്തു. വാർപ്പ് കൊണ്ടുവന്നു, എണ്ണ ഒഴിച്ചു, നിറച്ച് വലിയ വാർപ്പിൽ എണ്ണ തിളച്ചു മറിയുകയാണ്. യോഹന്നാനെ കൈയും കാലും കൂട്ടിക്കെട്ടി ആ പടയാളികൾ കൊണ്ടുവന്ന തിളച്ച എണ്ണയിലേക്ക് പൊക്കിയെടുത്തിട്ടു. ശദ്രക്ക്, മേശക്ക്, അബദ്നെഗോ എന്ന യഹൂദാവാളന്മാർ നെബൂഖദ്നേസർ രാജാവിനോട് പറഞ്ഞത്, രാജാവേ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ശരി, നീ ഉണ്ടാക്കിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കയില്ല എന്ന് പറഞ്ഞത് നിമിത്തം ശദ്രക്ക്, മേശക്ക്, അബദ്നെഗോ എന്ന യഹൂദാ ബാലന്മാരെ 10 ഇരട്ടി
ആമേൻ ചൂള പോലെ കത്തുന്ന തീയിലേക്ക് വലിച്ചെറിയുവാൻ കൽപ്പന കൊടുത്തു. ആമേൻ. അങ്ങനെ ശദ്രക്കിനെയും മേശക്കിനെയും സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാത്തത് കൊണ്ട് ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞു, കൂട്ടിക്കെട്ടി. ആമേൻ കെട്ടുകളൊക്കെ അഴിഞ്ഞുപോയി. അഴിഞ്ഞിട്ട് അവർ നോക്കിയപ്പോൾ എറിഞ്ഞവർ തന്നെ അവിടെ വെന്ത് മരിച്ചു വീണു. അവരെ കൊണ്ടുചെന്ന് തീയിലേക്ക് കൊണ്ടുചെന്നവർ തന്നെ ആ തീയിൽ വെന്ത് മരിച്ചു. രാജാവ് ആ തീയിലേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച, ആമേൻ സ്തോത്രം, അവരുടെ കെട്ടുകൾ അഴിഞ്ഞ് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ വന്ന യഹൂദ ബാലന്മാരുടെ കൂടെ നാലാമതൊരാൾ ആ തീയിലൂടെ നടക്കുന്ന കാഴ്ച കണ്ട് സ്തംഭിച്ചു. സ്തോത്രം. ആരാണത്? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും എന്ന് പറഞ്ഞ വാക്കുനിമിത്തം തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് തീയുടെ ബലത്തെ കെടുത്തി വെന്തുപോകാത്ത അഗ്നിയാക്കി അതിനെ മാറ്റി. മുൾപ്പടർപ്പ് വെന്തുപോകാതെ കത്തിക്കൊണ്ടിരുന്നത് പോലെ വെന്തുപോകാത്ത അഗ്നിയായി നെബൂഖദ്നേസറിന്റെ ആ തീയെ ദൈവം മാറ്റി. ഹല്ലേലൂയ. എന്റെ ഒരു ഒറ്റ അല്ലേലിയാക്കി എരിഹോ വിടിയും. നിങ്ങളുടെ ഒരു അല്ലേലി ഒറ്റ അല്ലേലിയാക്കി ഇതുവരെ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയാതെ വണ്ണം ഇരിക്കുന്ന എന്താണ്? നിങ്ങൾ കോട്ട ഇടിക്കുന്നില്ല. നിങ്ങൾ കോട്ട ഇടിക്കൂ. നിങ്ങളുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ ആമേൻ തകർന്നു വീഴും. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ നാവ് തുറന്നു വരട്ടെ, ശബ്ദം പുറത്തു വരട്ടെ, നിങ്ങൾ ആള് മാറുന്ന. ഹല്ലേലൂയ. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാം? നമ്മളിപ്പോ ഹല്ലേലൂയ പറയുന്നതിന് ആർക്കെങ്കിലും കാശ് കൊടുക്കണോ? പിന്നെ ധൈര്യമായിട്ട് പറയണം. ഓരോ പ്രതികൂലവും ഓരോ ഹല്ലേലൂയയിൽ ഇടിഞ്ഞു വീഴും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ സ്തോത്രം. തിളച്ച എണ്ണയിലേക്ക് യോഹന്നാനെ കയ്യും കാലും കൂട്ടിക്കെട്ടി അവർ കൊണ്ടുവന്നു എന്ന ചരിത്രം പറയുന്നു. ആ തിളച്ച എണ്ണയിലേക്ക്, ആ വാർപ്പിലേക്ക് യോഹന്നാനെ എടുത്തിട്ടു. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ വന്ന യഹൂദന്മാരന്മാരുടെ കൂടെ ഇറങ്ങി വന്ന ദൈവം ആ തിളച്ച എണ്ണയിൽ ഇറങ്ങി വന്ന് അവനെ ആമേൻ സ്തോത്രം കെടുത്തിക്കളഞ്ഞു. ഒരു വിധത്തിലും ഇവനെ കൊല്ലാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതി നിങ്ങളിൽ കിടപ്പുണ്ടെങ്കിൽ, നിങ്ങളെ ഒരു വിധത്തിലും ആ വരയിൽ നിന്ന് വലിച്ചു മാറ്റാനോ തിരിച്ചു കളയാനോ പറിച്ചു കളയാനോ പിശാചിന് കഴിയത്തില്ല. ആമേൻ. നിങ്ങൾ വാഗ്ദത്തമുള്ളതാണെങ്കിൽ അതുപോലെ തന്നെ സംഭവിക്കും. എണ്ണയുടെ തിളപ്പിനെ മാറ്റി നോക്കിയപ്പോൾ കത്തുന്ന തീയുടെ നടുവിൽ, തിളച്ചു മറയുന്ന എണ്ണയുടെ നടുവിൽ യോഹന്നാൻ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ഡൊമഷ്യൻ ചക്രവർത്തിക്ക് ഭ്രാന്തായി. എത്ര ശ്രമിച്ചിട്ടും ഇവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ പറയട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന കണ്ടിട്ട് പിശാചിന് ഭ്രാന്ത് പിടിക്കും. സ്വത്രം. നിനക്കെതിരായി ആഭിചാരം ചെയ്തിരിക്കുന്ന, മന്ത്രം ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് നീ അനുഗ്രഹിക്കപ്പെടുന്ന കണ്ടിട്ട് ഭ്രാന്ത് പിടിക്കും. ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ആമേൻ, ആമേൻ, ആമേൻ. ഈ ചൂട് തട്ടിയെങ്കിലേ എന്ത് പുറത്തു വരുത്തുള്ളൂ? അണലി പുറത്തു വരുത്തുള്ളൂ. എന്തെങ്കിലും പൈശാചിക മണ്ഡലങ്ങൾ നമ്മിൽ മറഞ്ഞിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീ നമ്മിൽ ഇറങ്ങി വന്നാൽ ആ പൈശാചിക ശക്തികളെല്ലാം ഇറങ്ങി ഓടും. എപ്പോഴും സ്തുതിക്കുന്ന, എപ്പോഴും പ്രാർത്ഥിക്കുന്ന നിന്റെ അടുക്കൽ, നിന്റെ ഉള്ളിൽ പിശാചിന് പ്രവേശിക്കാൻ കഴിയത്തില്ല. തർസിസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ ഏഴാത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മുടെ പ്രവൃത്തി ഓരോന്നും ആരറിയുന്നുണ്ട്? ആമേൻ. രാത്രിയും പകലും, ആമേൻ, ഏതു സമയത്തും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അറിയുന്നൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. എന്നെ ശ്രദ്ധിച്ചാട്ടെ, ഈ വചനം ശ്രദ്ധിച്ചാട്ടെ. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അങ്ങനെ ആണെങ്കിൽ നീ എന്ത് ചെയ്യണം?
ജീവൻ പ്രാപിക്കണം. ജീവനുണ്ട്, ആരാധനയ്ക്കൊക്കെ വരുന്നുണ്ട്. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ എന്താകുന്നു? മരിച്ചവനാകുന്നു. അതിനെന്ത് ചെയ്യണം? ആ മരണം മാറാൻ എന്ത് ചെയ്യണം? മരിച്ച അവസ്ഥ ജീവിതത്തിൽ നിന്ന് മാറാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഉണർന്നു കൊള്ളുക. നീ ഉണരണം. ആരുണരണം? നിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട്, ഒരാത്മ മനുഷ്യനുണ്ട്. ആ മനുഷ്യനാണ് മരിച്ചു കിടക്കുന്നത്. ആ മനുഷ്യൻ എന്ത് ചെയ്യണം? ഉണരണം. എന്നിട്ട് നിന്നിലെ ജഡമനുഷ്യനെ എന്ത് ചെയ്യണം? കൊല്ലണം. ആ ജഡമനുഷ്യൻ മരിക്കണം. ജഡമനുഷ്യനെ കൊന്നാൽ നിന്നിലെ ആത്മമനുഷ്യൻ എഴുന്നേറ്റിരിക്കും. ആത്മമനുഷ്യൻ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും, ആരാധിക്കും, ആമേൻ, ദൈവത്തെ മഹത്വപ്പെടുത്തും. ആത്മമനുഷ്യനാണ് നിന്നെ നയിക്കുന്നതെങ്കിൽ എവിടെയും നിനക്ക് ജയം. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാൻ, മരണാവസ്ഥയിൽ കിടക്കുന്ന നിന്റെ ആത്മീയ അവസ്ഥകളെ നീ എന്ത് ചെയ്യണം? ഒന്ന് ശക്തീകരിക്കണം. ആമേൻ. പ്രാർത്ഥനയിൽ ശക്തി കൂട്ടണം. സ്തോത്രം. പ്രാർത്ഥനയുടെ അളവ് കൂട്ടണം. ആരാധനയുടെ ആമേൻ സ്തോത്രം അളവ് കൂട്ടണം. ആത്മീയ തലങ്ങളിൽ എന്ത് പ്രാപിക്കണം? ഒരു പുഷ്ടി വെക്കണം. നീ ഓരോ സഭകളെ കുറിച്ചും ദൂത് പറയുക. 7 സഭകളെ കുറിച്ച് ദൂത് പറയുന്നതിൽ അതിലൊരു സഭയാണ് തർദിസ് എന്ന് പറയുന്ന സഭ. ആ സഭയിൽ ദൈവം നോക്കിയപ്പോൾ അവന് ജീവനുണ്ട് എന്നവൻ പറയുകയാണ്. സ്തോത്രം. പക്ഷെ അവൻ എന്ത് ചെയ്യുക? മരിച്ചവനാണ്. ആ അവസ്ഥ മാറണം. ആമേൻ. നിന്റെ ആമേൻ ജീവിതത്തിൽ എന്തില്ല? ഈ ദൈവസഭയിൽ ഒരു പൂർണ്ണത കാണുന്നില്ല. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്ത. എന്ത് ചെയ്യണം നമ്മള്? ഞാൻ വിശ്വാസിയാണ്, എനിക്ക് മാനസാന്തരത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് മാനസാന്തരമില്ലാതെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഇത് കേട്ടിട്ട് നീ നിന്റെ ജീവിതത്തിൽ വീണ്ടും ഉറക്കമാണ്, കുറെ കൈകെട്ടി കിടക്കുന്ന അവസ്ഥയാണ് നിന്റെ ജീവിതത്തിലെങ്കിൽ, ദൈവം പറഞ്ഞിട്ടും നിന്റെ ആത്മമനുഷ്യനെ ഉണർത്താതെ നീ ഇരിക്കുന്നെങ്കിൽ പറയുകയാണ്, തർദിസിലെ സഭയോട് പറയുകയാണ്, ഞാൻ കള്ളനെ പോലെ വരും. ഞാൻ കള്ളനെ പോലെ വരും. വന്നിട്ട് എന്ത് ചെയ്യും? അതാർക്ക് അറിയാൻ പറ്റത്തില്ല. സ്തോത്രം. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കൂ. സ്തോത്രം പറഞ്ഞാട്ടെ. ഏത് നാഴികയ്ക്ക് ഞാൻ വരുമെന്ന് നീ അറിയത്തില്ല. സ്തോത്രം. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ തർദിസിൽ നിനക്ക് ഉണ്ട്. എല്ലാവരും കുഴപ്പക്കാരല്ല. ദൈവത്തിന് ഇഷ്ടമുള്ള കുറെ ആളുകള് തർദിസ് സഭയിൽ എന്തുണ്ട്? ഉണ്ട്. 100 പേര് ആ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ 25 പേർ കർത്താവിന് പ്രസാദമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. അവർ ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരുന്നു. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ തർദിസിൽ നിനക്ക് ഉണ്ട്. നമ്മുടെ ഉടുപ്പ് മലിനമാകരുത്. നമ്മുടെ ഉടുപ്പ് എന്തായിരിക്കണം? വെണ്മയായിരിക്കണം. അവർ യോഗ്യന്മാരാകയാൽ. ആരാ? 100 പേരിൽ 25 പേരുടെ കാര്യമായി പറയുന്നത്. 75 പേർ ഉറങ്ങുക. എന്താ? ഉറങ്ങുകയാണ്, ഉണരുന്നില്ല. ഉറങ്ങുക. അതിൽ ഉടുപ്പ് മലിനമാകാതെ ഉണർന്നിരുന്ന് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തെ ആരാധിക്കുന്ന 25 പേരുണ്ട്. ആ 25 പേരുടെ കാര്യമാണ് പറയുന്നത്. സ്തോത്രം. അവരാരുടെ കൂടെ നടക്കുമെന്നാ പറയുന്നത്. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ തർദിസിൽ നിനക്കുണ്ട്. അവർ ഉണ്ടോ? യോഗ്യന്മാരാകയാൽ. അവർ 25 പേർ യോഗ്യന്മാരാണ്. 100 പേരൊരു സഭയിൽ ഉണ്ടെങ്കിൽ 25 പേരെ യോഗ്യരായിട്ടുള്ളെന്നായി പറയുന്നതിന്റെ അർത്ഥം
വേണ്ടാത്ത തരികിടയൊക്കെ കാണിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സ്തോത്രം. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്. പക്ഷേ മൊത്തം തരികിടയാണെന്ന് ആർക്കറിയാം? ദൈവത്തിന് അറിയാം. ആ 25 പേരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അവർ യോഗ്യന്മാരാകയാൽ വെള്ളമരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ഇപ്പൊ കർത്താവിന്റെ കൂടെ നടക്കാൻ എന്ത് വേണം? വസ്ത്രത്തിൽ എന്തുണ്ടാകരുത്? കറയുണ്ടാകരുത്. ലോകത്തിന്റെ മാലിന്യം ആമേൻ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിക്കരുത്. അവരെന്ത് ചെയ്യും? വെള്ളമരിച്ച് എന്റെ കൂടെ. സ്തോത്രം. അതാ പറയുന്നത് എന്താണ്? ഈ ഭൂമിയിൽ വെള്ളയെടുത്ത് യേശുവിനോടൊത്ത് നടക്കും അവർ. അപ്പോൾ തന്നെ അങ്ങ് നിത്യതയിൽ എത്തിയാലും അവർക്ക് എന്തുണ്ട്? വെള്ളയുടുപ്പുണ്ട്. വെള്ളയുടുപ്പ് മാത്രമല്ല, പിന്നെയും ഒരു കാര്യമുണ്ട് അവിടെ. പ്രൈസ് ദി ലോർഡ്. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേർ ഏറ്റു പറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുമ്പോൾ പാസ്റ്റർമാർ ഇങ്ങനെ പറയാറുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതിയെന്ന്. ജീവന്റെ പുസ്തകത്തിൽ അല്ല, നമ്മളിപ്പോ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പോ ആമേൻ, ഒരു ദൈവദാസൻ പറയാണ്, നിന്റെ പേര് എവിടെ എഴുതിയ? ഇപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതിയിട്ടുണ്ട്. അപ്പൊ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അത് ഉറപ്പായി. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയ മായ്ക്കത്തില്ലയോ? മായ്ക്കും. പാപം ചെയ്താൽ, ദൈവത്തിന്റെ വഴിവിട്ട് ജീവിച്ചാൽ ദൈവം ഇതെന്ത് ചെയ്യും? ഈ പേര് മായ്ക്കും. സ്തോത്രം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദാവീദ് പാപം ചെയ്തപ്പോൾ നിലവിളിച്ചു പറഞ്ഞത്, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയരുതേ. ദൈവത്തിന് ആരോട് കരുണ തോന്നി? ദാവീദിനോട് കരുണ തോന്നി എന്നതുപോലെ ദൈവം നമ്മോട് കരുണ തോന്നുവാൻ നാം പ്രാർത്ഥിക്കണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞതുകൊണ്ടോ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടോ എവിടെ പോകത്തില്ല? സ്വർഗത്തിലേക്ക് പോകത്തില്ല. കാര്യം എന്താണ്? നീ പാപം ചെയ്താൽ ജീവന്റെ പുസ്തകത്തിലെ പേര് ആര് മായ്ച്ചു കളയും? ദൈവം മായ്ച്ചു കളയും. ഒരു സഭയില് അവൻ 100 പേരുണ്ട്, 25 പേരെ വെള്ള ഉടുപ്പ് ധരിച്ച് യേശുവിനോടൊത്ത് നടക്കുന്നുള്ളൂ. അവർക്ക് മാത്രമേ ജീവന്റെ പുസ്തകത്തിൽ പേര് ഉറപ്പായുള്ളൂ. എത്ര ഭയത്തോടെ നമ്മൾ ജീവിക്കണം. ദൈവത്തോട് പറയേണ്ട, കർത്താവേ, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ തന്നെ ഉണ്ടാകണം. ഉണ്ടാകാനുള്ള ജീവിതം നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. യേശു നമ്മുടെ പേരേറ്റു പറയും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പേരേറ്റു പറയണം. നമ്മൾ വരിവരിയായി നിൽക്കുമ്പോൾ, ക്യൂവായിട്ട് നിൽക്കുമ്പോൾ, പേര് വായിക്കുമ്പോൾ, പേര് വിളിക്കുമ്പോൾ നമ്മുടെ പേര് ഉണ്ടാകണം. നരകത്തിലേക്ക് പോകുന്നവരുടെ പേര് വിളിക്കുന്ന ആ കൂട്ടത്തിൽ നമ്മുടെ പേരുണ്ടാകരുത്. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടെന്നും പറഞ്ഞ് അവൻ ഞെളിഞ്ഞു കയറി നിൽക്കുക. സ്തോത്രം. പക്ഷേ പേര് വിളിച്ചത് നരകത്തിന്റെ വാതിലിലേക്കാണെങ്കിൽ അത് മഹാകഷ്ടമാണ്. നമ്മളെ പേര് വിളിക്കേണ്ടത് എവിടേക്ക് ചെല്ലാനാണ്? നിത്യതയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പേർ വിളിക്കപ്പെടണം. ഒരു വാതിൽ എന്ത് ചെയ്യും? നിന്റെ ജീവിതത്തിൽ ആരും അടയ്ക്കാൻ പറ്റത്തില്ല. ഏത് ആവിചാരമോ, ഏത് മന്ത്രവാദമോ, ഏത് എതിർപ്രാർത്ഥനയോ ചെയ്താലും ദൈവം നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന ഈ വാതിൽ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ആര് തുറന്നിരിക്കുന്നു? ദൈവം നിനക്ക് വേണ്ടി തുറന്നതാണ്. ദൈവ പൈതലെ, നിനക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുന്ന വഴിയടയ്ക്കാൻ, വാതിലടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു പാരമ്പര്യ ശക്തിക്കോ, ഒരു പൗരോഹിത്യ ശക്തിക്കോ, ആമേൻ, ഒരു ദേശത്തിൽ അന്ധകാര ശക്തിക്കോ അതിന് കഴിയില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഈ വാതിൽ തുറന്നത് ആരാ? എന്റെ ദൈവം. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും
തുറന്നു. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും. സ്തോത്രം. നിന്റെ നിക്ഷേപങ്ങളെ കവർന്നു കൊണ്ടുപോകാതെ വണ്ണം ദൈവം എന്ത് ചെയ്യും? നിന്റെ നിക്ഷേപങ്ങളെ അടയ്ക്കും. ആ ദൈവത്തിന്റെ നന്മകളെ ദൈവം അടച്ചു സൂക്ഷിക്കും. അത് തുറന്ന് ശത്രു വന്ന് എടുത്തുകൊണ്ട് പോകാൻ ആരനുവദിക്കത്തില്ല? നിന്റെ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിച്ചു വരുന്ന ഒരു നന്മയുടെ കാര്യമാണ്. ദൈവം വിശാലതയിലേക്ക് ദൈവം കൊണ്ടുപോകും. ദൈവം നന്മകളെ തരും. ആ നന്മകൾ നിറഞ്ഞു കവിയുമ്പോൾ ശത്രുവിന് അതിൽ നിന്ന് ഒന്നുപോലും, ഒരു പൈസ പോലും തൊടാൻ സമ്മതിക്കത്തില്ല. കാരണം അത് ആരാണ്? അവൻ തുറന്നിരിക്കുന്നതായ ഈ നന്മ, തുറന്നിരിക്കുന്നെന്ന് തോന്നുന്ന നന്മ ആരടച്ചതാണ്? ദൈവം അടച്ചു സൂക്ഷിക്കുന്നതാണ്. അത് തൊടാൻ ശത്രുവിന് പറ്റത്തില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ആരും അടയ്ക്കാതെ വണ്ണം ദൈവം നിനക്കൊരു വഴി തുറന്നിരിക്കുന്നു. ദൈവം ആമേൻ നൽകിയിരിക്കുന്ന നന്മ, ആമേൻ നന്മയുടെ വഴികളെ ആർക്കും ആമേൻ അതിൽ കടന്നു എന്ന് അത് തുറന്ന് അതിൽ നിന്ന് നന്മ എടുക്കാൻ കഴിയാതെ വണ്ണം ദൈവം അത് അടച്ചിരിക്കുന്നു. നിന്റെ നിക്ഷേപം ആരിലാണ്? ദൈവത്തിലാണ്. ദൈവത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപത്തെ പിശാചിന് തൊടാൻ കഴിയുമോ? കഴിഞ്ഞകാല ജീവിതത്തിൽ അങ്ങനെ നമ്മൾ നിക്ഷേപിക്കാതിരുന്നത് കൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടായി. പിശാച് കവർന്നു കൊണ്ടുപോയി. ഇനി അത് സംഭവിക്കത്തില്ല. ദൈവത്തിൽ നിക്ഷിപ്തമായ, ദൈവം തുറന്ന വാതിലിലൂടെ പ്രവേശിച്ച് നന്മ പ്രാപിച്ച് വരുമ്പോൾ ശത്രുവിന് അതിൽ കടന്നു വന്ന് ആ നന്മ കവരാൻ അനുവദിക്കത്തില്ല. കാരണം അത് അടച്ചിരിക്കുന്നത് ആരാണ്? നിന്റെ ദൈവമാണ്. നിന്റെ നിക്ഷേപങ്ങളെ, നന്മകളെ, നിനക്ക് വരുവാനുള്ള വിശാലതകളെ എല്ലാം ഇപ്പോഴേ തന്നെ ദൈവം എന്ത് ചെയ്യാണ്? അടച്ചു, മുദ്ര വെച്ചു. പിശാചിന് അതിൽ തൊടുവാൻ കഴിയുകയില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. വലിയ ഉപവാസവും പ്രാർത്ഥനയും ഒന്നും നിനക്കില്ല. ആമേ സ്തോത്രം. വലിയ ആത്മീയ തലങ്ങളൊന്നും നിനക്കില്ല. ഇതാർക്കറിയാം? നിന്റെ ദൈവത്തിന് അറിയാം. നിനക്ക് അല്പമേ പറയൂ. എങ്കിലും നീ എന്റെ വചനം കാത്തു. നീ ആമേ ആ വചനത്തിൽ എന്ത് ചെയ്തു? എങ്കിലും നീ എന്ത് ചെയ്യില്ല? പിന്മാറിപ്പോയില്ല. നീ തെറ്റ് ചെയ്തില്ല. ലോകത്തിന്റെ മായയിൽ അകപ്പെട്ടു പോയില്ല. ആരുടെയും വശീകരണ വാക്കുകളിൽ നീ വീണില്ല. ഇതാരറിയുന്നുണ്ട്? നിന്റെ ദൈവം അറിയുന്നു. നീ വചനം കാത്തു. അല്പമേ നിനക്ക് ശക്തിയുള്ളൂ കേട്ടോ. അല്പമേ നിനക്ക് ആ വലിയ പവറില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ എങ്കിലും നീ എന്റെ വചനം കാത്തു. എന്റെ നാമം എവിടെയും യേശുവിന്റെ നാമത്തെ നീ ഉയർത്തിയിട്ടുണ്ട്. എവിടെയും യേശുവിന്റെ നാമം നീ പറഞ്ഞിട്ടുണ്ട്. അത് നിന്റെ ദൈവം അറിയുന്നു. അത് നിനക്ക് നന്മയായി മാറി.